2024 തൊട്ട് പിണറായി വിജയൻ്റെ പോലീസ് 2 വർഷത്തോളം യാതൊരു പുരോഗതിയുമില്ലാതെ ഇഴഞ്ഞു നീങ്ങിയിട്ടും കണ്ടെത്താനോ ഒരാളെയെങ്കിലും അറസ്റ്റ് ചെയ്യാനോ പറ്റാത്തൊരു കേസിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല ഒരു സുപ്രധാന വഴിത്തിരിവ് ഉണ്ടാക്കിയിരിക്കുന്നു. കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് കേസിലെ ആദ്യ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വന്നതിന് ശേഷം അന്വേഷണം തടസ്സപ്പെടുത്താൻ നോക്കിയും പ്രതികളെ സംരക്ഷിച്ചും ഒക്കെ തോറ്റമ്പിയ CPM പലതരത്തിലുമുള്ള കള്ളക്കളികൾ കളിച്ചപ്പോൾ ഒറ്റ കാര്യമേ ചെന്നിത്തല പറഞ്ഞിരുന്നുള്ളൂ. പ്രതികൾ AKG സെന്ററിലാണ് ഉള്ളതെങ്കിൽ അവിടെ പോയിട്ടാണെങ്കിലും അവരെ പിടിക്കാൻ ഈ ആഭ്യന്തര വകുപ്പിന് അറിയാം. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. കണ്ണൂരിലെ CPM കോട്ടയിൽ കയറിയാണ് രമേശ് ചെന്നിത്തലയുടെ പോലീസ് കേരളത്തെ ഞെട്ടിച്ച ആദ്യ അറസ്റ്റ് നടത്തിയത്. സത്യത്തിൽ ഇത് ഷാഫി പറമ്പിലിൻ്റെ കൂടി വലിയൊരു വിജയമാണ്. തന്നെ ഇല്ലാതാക്കാൻ നോക്കിയവരെ തൻ്റെ പ്രസ്ഥാനം അധികാരത്തിൽ വന്നപ്പോൾ കൃത്യമായി അറസ്റ്റ് ചെയ്ത് തളച്ചിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയ വർഗീയത യഥാർത്ഥത്തിൽ അത് ഇറക്കിയവരുടെ തലയിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിച്ചത് എന്ന് ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കാനും ഇതിലൂടെ ഷാഫിക്ക് സാധിച്ചു. കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായ വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ DYFIയുടെ വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗവും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായ ജിതിൻ ഭാസ്കറിനെയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വടകര സെഷൻസ് കോടതി പ്രതിയെ റിമാൻഡ് ചെയ്ത് കഴിഞ്ഞു. ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയ ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ജിതിൻ്റെ ഫോൺ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് നടത്തിയ ശാസ്ത്രീയമായ സൈബർ ഫോറൻസിക് പരിശോധനയിലാണ് ഈ വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യമായി ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ചത് ഇയാളാണ് എന്ന കണ്ടെത്തലുണ്ടായത്. വടകര സ്ക്വാഡ് എന്ന പേരിൽ CPM DYFI നേതാക്കൾ മാത്രമടങ്ങുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിലാണ് ജിതിൻ ഭാസ്കർ ഇതാദ്യമായി പോസ്റ്റ് ചെയ്തത്. ഇതിനു പിന്നാലെ റെഡ് എൻകൗണ്ടർ എന്ന പേരിലുള്ള മറ്റൊരു ഇടത് സൈബർ ഗ്രൂപ്പിലേക്ക് റിബേഷ് രാമകൃഷ്ണൻ എന്ന വ്യക്തിയും ഇത് വ്യാപകമായി പ്രചരിപ്പിച്ചു. ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് വെറും 2 ആഴ്ചയ്ക്കുള്ളിലാണ് CPMൻ്റെ സൈബർ കോട്ടകൾ തകർത്ത് ഈ നിർണായകമായ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിന് തൊട്ടു മുൻപുള്ള ദിവസമാണ് വടകര മണ്ഡലത്തിൽ വലിയ രീതിയിൽ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് ഈ വ്യാജ സ്ക്രീൻഷോട്ട് CPM സൈബർ പ്രൊഫൈലുകൾ വ്യാപകമായി പ്രചരിപ്പിച്ചത്. UDF സ്ഥാനാർത്ഥിയായിരുന്ന ഷാഫി പറമ്പിലിനെ അനുകൂലിക്കുന്ന രീതിയിലും LDF സ്ഥാനാർത്ഥി ശൈലജയെ അധിക്ഷേപിക്കുന്ന രീതിയിലുമാണ് ഈ വ്യാജ സന്ദേശം നിർമ്മിക്കപ്പെട്ടത്. യൂത്ത് ലീഗ് നേതാവായ PK കാസിമിൻ്റെ പേരിൽ വ്യാജമായി നിർമ്മിച്ച സ്ക്രീൻഷോട്ടായിരുന്നു ഇത് എന്നാണ് പറഞ്ഞത്. അന്ന് അധികാരത്തിലുണ്ടായിരുന്ന പിണറായി വിജയൻ്റെ പോലീസ് ഈ വ്യാജ സന്ദേശം നിർമ്മിച്ചത് UDFകാരാണെന്ന് വരുത്തി തീർക്കാനും നിരപരാധിയായ കാസിമിനെ പ്രതിയാക്കാനുമാണ് ശ്രമിച്ചത്. എന്നാൽ ഇതേ കേസിൽ മുൻപ് CPM നടത്തിയ കള്ളക്കളികൾക്കെതിരെ UDF നേതൃത്വം കോടതിയെ സമീപിക്കുകയും തുടർന്ന് ഹൈക്കോടതിയുടെ കർശനമായ ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് കേരളത്തിലുണ്ടായ ഭരണമാറ്റത്തോടെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പ് ഈ കേസ് പുനരന്വേഷിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു. ഈ പുതിയ അന്വേഷണ സംഘത്തിൻ്റെ നിഷ്പക്ഷവും വളരെ വേഗത്തിലുള്ളതുമായ നടപടികളാണ് ഇപ്പോൾ CPM നേതാവിൻ്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. നിലവിൽ ഈ വ്യാജ സ്ക്രീൻഷോട്ട് സൈബർ ഗ്രൂപ്പിലൂടെ പ്രചരിപ്പിച്ച കുറ്റത്തിനാണ് ജിതിൻ ഭാസ്കർ എന്ന DYFI നേതാവിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ വ്യാജ സ്ക്രീൻഷോട്ട് യഥാർത്ഥത്തിൽ നിർമ്മിച്ചതാരാണ്, ഏത് ഉപകരണം ഉപയോഗിച്ചാണ് ഇത് വ്യാജമായി ക്രിയേറ്റ് ചെയ്തത് എന്നതിലേക്ക് വരും ദിവസങ്ങളിൽ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പ്രത്യേക സംഘത്തിൻ്റെ തീരുമാനം. ഇതിനായി പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും അതിനായി ജിതിൻ ഭാസ്കറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള അപേക്ഷ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കുകയാണ്. അതേസമയം പ്രതിഭാഗം കോടതിയിൽ സമർപ്പിക്കുന്ന ജാമ്യാപേക്ഷയെ അതിശക്തമായി എതിർക്കാനാണ് കേസിൽ ആദ്യഘട്ടത്തിൽ CPM പോലീസിനാൽ വേട്ടയാടപ്പെട്ട കാസിമിൻ്റെ ലീഗൽ ടീമിൻ്റെ തീരുമാനം. തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഒരു ജനതയെ മുഴുവൻ വർഗീയമായി ഭിന്നിപ്പിക്കാൻ നോക്കിയ ഇടത് സൈബർ ലോകത്തിൻ്റെ മുഖംമൂടിയാണ് പുതിയ ആഭ്യന്തര വകുപ്പിൻ്റെ കർശനമായ നടപടിയിലൂടെ ഇപ്പോൾ അഴിഞ്ഞു വീണിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ CPMൻ്റെ കൂടുതൽ ഉന്നത നേതാക്കളിലേക്ക് ഈ അന്വേഷണത്തിൻ്റെ ചുരുളുകൾ അഴിയുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്.